വീട്ടിൽ വെച്ചൊരു പ്രസവം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ അബദ്ധമാണോ, അതിന് സംശയമൊന്നുമില്ല. പ്രസവം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്ന എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ലേ. പക്ഷേ ഏത് സമയത്തും അത് അതിൻ്റെ കളർ മാറും. കുട്ടിയുടെ അമ്മയുടെ രണ്ട് ജീവിതം രണ്ടിനും പ്രശ്നം വരാവുന്ന കാര്യമാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് മാത്രമല്ല, കുട്ടിക്കും പല കാര്യങ്ങൾ വരാം. പ്രസവ സമയത്തുള്ള മോണിറ്ററിങ്, അതായത് കുട്ടിക്ക് ഓക്സിജൻ കുറയാം. ഈ പ്രസവ സമയത്ത് തന്നെ പല കോംപ്ലിക്കേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻസ് നമ്മൾ കറക്റ്റായ സമയത്ത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടമാനമുണ്ടാവും. ഹെൽത്ത് കെയറിനെ പറ്റി പലർക്കും തെറ്റായ ധാരണകൾ ഒരുപാടുണ്ട്, മനസ്സിലായില്ലേ? കാരണം ഈ പ്രകൃതി ചികിത്സ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നിട്ട് ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഈവൻ വൈദ്യശാസ്ത്രത്തിന് പോലും പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ അമിത രക്തസ്രാവം വരുമ്പോൾ, പ്രസവ സമയത്ത് പ്രത്യേകിച്ച് അമിത രക്തസ്രാവം വരുമ്പോൾ അത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യണം. ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒരു കൗൺസിലിംഗ് വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് കുടുംബജീവിതത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കൗൺസിലിംഗ് പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി അങ്ങനെ ക്ലാസ്സുകൾ, ഇപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും ഇതുപോലത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് ഒരു യുവതി വീട്ടിൽ പ്രസവിച്ചതിനെ തുടർന്ന് മരിച്ച വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്. അമിതമായ രക്തസ്രാവത്തെ തുടർന്നാണ് ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങിയത്. അതായത് പ്രസവ വേദന വന്നിട്ടും ആ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ഭർത്താവ് തയ്യാറായില്ല. പകരം അക്യുപങ്ചറൊക്കെ ചെയ്ത് പ്രസവം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത്. പക്ഷേ ആ പെൺകുട്ടി മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നമ്മളോട് ഇന്ന് സംസാരിക്കുന്നത് സൺറൈസ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ഹഫീസ് ആണ്. അദ്ദേഹം ഗൈനക്കോളജിസ്റ്റ് ആണ്. നമുക്ക് ഈ ഒരു വിഷയത്തിലാണ് ഇന്ന് അദ്ദേഹം നമ്മളോട് സംസാരിക്കുന്നത്. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ കുട്ടിക്ക് നല്ല വേദന അനുഭവപ്പെട്ടിരുന്നു പ്രസവത്തിന്. അപ്പോൾ എന്നിട്ടും അത് ആ വീട്ടുകാർ കാണാതെ അക്യുപങ്ചർ ചെയ്ത് ഈ പ്രസവം നടത്താം എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. 5ാമത്തെ പ്രസവമായിരുന്നു ആ കുട്ടിയുടെ. ആദ്യത്തെ 2 ആശുപത്രിയിൽ, ബാക്കി 3 വീട്ടിൽ വെച്ച് നടത്താം എന്നുള്ള തീരുമാനത്തിൽ 2 വീട്ടിൽ നടത്തി. പിന്നീടുള്ളതാണ് ഇപ്പോൾ മരണത്തിന് കീഴടങ്ങിയത്. 2 ഓൾറെഡി നടത്തി. അതെ. അപ്പം ഈ ഭർത്താവ് പറയുന്നത് അക്യുപങ്ചർ ഒക്കെ ചെയ്ത് പ്രസവം നടത്താം എന്നുള്ള ഒരു തീരുമാനത്തിലേക്കായിരുന്നു എത്തിയിരുന്നത്. സത്യത്തിൽ ഇതിലേക്ക് ഒരു പോസിബിലിറ്റി എത്രത്തോളമാണ് ഡോക്ടർ? ഇത് മണ്ടത്തര കാണിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ, പണ്ടൊക്കെ നമ്മൾ ഈ സൗകര്യങ്ങൾ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ നടത്തുമായിരുന്നു. ഈവൻ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സ്കീമായിട്ട്, ഞാൻ MCI ബോർഡ് മെമ്പറൊക്കെ ആയിരുന്ന ആളാണ്. അപ്പോൾ ഗവൺമെൻറ് തന്നെ സ്കീമായിട്ട് സൗകര്യങ്ങൾ തീരെ ഇല്ലാത്ത സ്ഥലത്ത് ഈ ദായി സിസ്റ്റവും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. പക്ഷെ അത് സൗകര്യങ്ങൾ ഇല്ലാത്ത സമയത്താണ്. ഇന്ന് കേരളത്തിൽ എല്ലാ മുക്കിലും മൂലയിലും ഈ പ്രസവം നടത്താനുള്ള രീതിയിലുള്ള ആശുപത്രി സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഈ വീട്ടിൽ വെച്ചൊരു പ്രസവം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ അബദ്ധമാണോ, അതിന് സംശയമൊന്നുമില്ല, മനസ്സിലായില്ലേ? അത് ഒരു നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ നമ്മളുടെയൊക്കെ പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അടി കിട്ടുമ്പോൾ തടവുന്നുള്ളൊരു സിറ്റുവേഷനാണ്. കാരണം 2 പ്രസവം അവർ നടത്തി. ഈ പ്രസവം എന്ന് പറയുന്നത് നമ്മൾ ആ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ളൊരു കാര്യത്തിന് എന്തിനാ ആശുപത്രി പോകുന്നതെന്നാണ് പലരും ആ ചിന്താഗതി വരുന്നത്. അപ്പോൾ 2 പ്രസവം നടത്തി അതിൽ നിന്നുള്ള ആ കോൺഫിഡൻസ് പുള്ളി ഡെവലപ്പ് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഈ 3ാമത്തെ പ്രസവത്തിനാണ് പ്രശ്നം കിട്ടുന്നത്. അപ്പോൾ ഈ പ്രസവം എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും പ്രകൃതിയുടെ ഒരു ഭാഗമായിട്ട് ഉണ്ടാവുന്ന എത്രയോ കാലങ്ങളായിട്ട് നടക്കുന്ന ഒരു സംഭവമല്ലേ. പക്ഷേ ഏത് സമയത്തും അത് അതിൻ്റെ കളർ മാറും. ഈ കളറ് മാറിക്കഴിയുമ്പോൾ സാധാരണ ഒരു സ്ത്രീയുടെ ശരീരം മാതിരിയല്ല ഒരു ഗർഭിണിയുടെ ശരീരം. അതിൻ്റെ മെക്കാനിസവും അതിൻ്റെ മെറ്റബോളിസവും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഈ കളറ് മാറിക്കഴിയുമ്പോൾ ഇത് വളരെ ബാഡായിട്ട് റിയാക്ട് ചെയ്യും. പ്രശ്നങ്ങളുടെ ആ സിവിയറിറ്റി വളരെ കൂടുതലാണ് ഈ പ്രസവ സമയത്ത് വരുന്ന പ്രോബ്ലംസ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങൾ വരുന്നതും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പ്രസവം എന്ന് പറയുന്നത് ഏറ്റവും ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമ്മൾ സാധാരണ ഞാനൊരു സർജനാണ്. അപ്പോൾ സർജറി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കലും കാഷ്വലായിട്ട് എടുക്കാൻ പറ്റാത്തൊരു സംഭവമാണ് പ്രസവം. കാരണം അവിടെ 2 ജീവിതം നമുക്ക് കയ്യിലിരിക്കുകയാണ്. കുട്ടിയുടെ അമ്മയുടെ 2 ജീവിതം രണ്ടിനും പ്രശ്നം വരാവുന്ന കാര്യമാണ് ഈ പ്രസവം എന്ന് പറയുന്നത്. അമ്മയ്ക്ക് മാത്രമല്ല, കുട്ടിക്കും പല കാര്യങ്ങൾ വരാം. ഇപ്പോൾ ഈ ഉണ്ടായിരിക്കുന്ന കുട്ടി ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഈ വീട്ടിൽ വെച്ച് പ്രസവം നടത്തിയ ഈ കുട്ടി, ഞാനിപ്പോൾ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പണ്ടൊക്കെ വീട്ടിൽ വെച്ച് പ്രസവം നടത്തുന്നു, അല്ലെങ്കിൽ ഒരു വയറ്റാട്ടി വന്ന് പ്രസവം നടത്തുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ കാലം മാറിയപ്പോൾ നമ്മൾ ആശുപത്രിയിലേക്ക് ആ പ്രസവം മാറ്റി. പക്ഷേ ഈ ഒരു കേസിൽ വീട്ടിൽ വെച്ചൊക്കെ ഒരു പ്രസവം നടത്തുമ്പോൾ ആ പെൺകുട്ടിക്ക്, അല്ലെങ്കിൽ അത് ആ കുട്ടിക്ക് വരുന്ന ഒരു ആരോഗ്യ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? അതായത് ഇപ്പോൾ ഒന്ന് മാത്രമേ പുറം ലോകം അറിഞ്ഞിട്ടുള്ളൂ. ഇതുപോലെ ഒരുപാട് കേസുകൾ ചിലപ്പോൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അപ്പം
അത് എന്തെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും ഡോക്ടർ? കുട്ടിക്ക് കുട്ടിക്ക് അതായത് ഈ ഡെലിവറി ചെയ്യുന്ന മദറിനല്ല, കുട്ടിക്ക് ഈ കുട്ടിക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ നമുക്ക് എടുക്കാം. അതായത് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതായത് ഈ പ്രസവ സമയത്ത് ഈ പ്രസവിക്കുന്ന ആ പ്രൊസീജിയർ മാത്രമല്ല, ആ പ്രസവ സമയത്തുള്ള മോണിറ്ററിങ്, അതായത് കുട്ടിക്ക് ഓക്സിജൻ കുറയാം. ഈ പ്രസവ സമയത്ത് തന്നെ പല കോംപ്ലിക്കേഷൻസ് സംഭവിക്കുന്നുണ്ട്. അപ്പം ഈ കോംപ്ലിക്കേഷൻസ് നമ്മൾ കറക്റ്റായ സമയത്ത് അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടമാനം ഉണ്ടാവും. അപ്പോൾ ആ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പ്രസവ സമയം സത്യത്തിൽ നമ്മൾ ചികിത്സിക്കുന്നൊന്നുമില്ല, ഇത് നാച്ചുറൽ ആയിട്ടുള്ള പ്രസവമാണ്. ഈ ചികിത്സ വരുന്നത് നമ്മൾ മോണിറ്റർ ചെയ്ത് പ്രസവം മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അതായത് മാസ്റ്റർലി ഇനാക്ടിവിറ്റി എന്ന് പറയും ഞങ്ങളൊക്കെ. മാസ്റ്റർലി ഇനാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിപരമായിട്ട് ഒന്നും ചെയ്യാതിരിക്കുക, മനസ്സിലല്ലേ? പക്ഷേ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യുക. കാരണം എപ്പോൾ ഇത് വഴിതെറ്റി പോകുന്നു എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ആ സമയം മുതലാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പ്രസവ സമയത്ത് കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് മോണിറ്റർ ചെയ്യും, കുട്ടിയുടെ ഓക്സിജൻ ലെവൽസ് വേണമെങ്കിൽ മോണിറ്റർ ചെയ്യാം, അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് അനുസരിച്ച് കുട്ടിക്ക് ഓക്സിജൻ കുറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ആ കുറഞ്ഞു കഴിയുന്ന സമയത്ത് തന്നെ അത് ആക്ഷൻ എടുത്തിട്ട് പോകാൻ പറ്റും. പക്ഷേ ഇത് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ, നമ്മൾ മേജറായിട്ടുള്ളത് വിട്, ചെറിയ കാര്യങ്ങൾ നമ്മൾ ഈ പ്രസവ സമയത്ത് അറിയാതിരിക്കുന്നത് കുട്ടിക്ക് ഭാവിയിൽ കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവമാണ്. അതായത് മെയിനായിട്ട് ബ്രെയിനിൻ്റെ പ്രശ്നങ്ങളാണ്. ഈ ബ്രെയിൻ ഡാമേജ് വരിക, അങ്ങനത്തെ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ അറിയില്ല. പിന്നെ ഗ്രോസ് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. ഗ്രോസ് ആയിട്ടുള്ള സെറിബ്രൽ പാൾസി പോലത്തെ ഒരു ഭാഗം തളർന്നു പോവുക, കുട്ടിയുടെ കൈകാലുകൾ തളർന്നു പോവുക, അങ്ങനത്തെ സെറിബ്രൽ പാൾസിയൊക്കെ വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ ഈ കുട്ടിക്ക് പ്രശ്നങ്ങൾ വരുന്നതാണ്. അത് കൂടാതെ തന്നെ ഇതിലും ഗ്രോസ് ആയിട്ട് നമ്മൾ ആസ്പിറേറ്റ് ചെയ്യുക, കുട്ടി ഈ ലൈക്കർ ആസ്പിറേറ്റ് ചെയ്യുക, അതായത് ഈ മഷി വരിക എന്ന് പറഞ്ഞിട്ടില്ലേ, അതായത് കുട്ടി ഫീക്കൽ മാറ്റർ, കുട്ടി വയറ്റിൽ നിന്ന് പോകുന്നത്, കുട്ടിയുടെ വയറ്റിൽ നിന്ന് പോകുന്നതാണ്. അപ്പോൾ അത് പോയിട്ട് ഈ ലൈക്കറിൽ വന്നിട്ട് കുട്ടി അത് കുടിക്കും, മനസ്സിലല്ലേ? അത് ചിലപ്പോൾ ലങ്സിലേക്ക് പോകും കുട്ടിയുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് പൾമണറി പ്രശ്നങ്ങൾ വരും. പിന്നെ അതുകൂടാതെ തന്നെ ഇൻഫെക്ഷൻസ് വരാം. പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പോൾ വീട്ടിലൊക്കെ നടത്തുമ്പോൾ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാം. അപ്പോൾ ഇതെല്ലാം കൂടി വന്നിട്ട് അവസാനം കുട്ടി ഈ പറഞ്ഞ പോലെ തീവ്രപരിചരണ സിറ്റുവേഷനിലേക്ക് പോവുകയാണ്, ഒരു നിയോനറ്റൽ ഇൻറ്റൻസീവ് കെയറിലേക്ക് പോകണം. ഈ നിയോനറ്റൽ ഇൻറ്റൻസീവ് കെയർ എന്ന് പറയുന്നത് ഇന്നും നമ്മൾ വൈദ്യശാസ്ത്രം ഇന്നും അത് പെർഫെക്റ്റ് ആയിട്ടില്ല. വൈദ്യശാസ്ത്രത്തിലെ എല്ലാ കാര്യങ്ങളും പോലെ ഇതും അങ്ങനെ പെർഫെക്റ്റ് ഒന്നുമല്ല. അപ്പം നമ്മൾ നോക്കേണ്ടത് ഇതിനകത്തേക്ക് പോകാതിരിക്കാനാണ് നോക്കേണ്ടത്. ഇതിനകത്ത് പോകുന്നത് നമ്മൾ നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അതായത് നമ്മൾ മദറിൻ്റെ വയറ്റിൽ ട്രീറ്റ് ചെയ്യുന്ന പോലെ നടക്കുന്നത് പോലെ ഒരിക്കലും ഒരു NICUവിൽ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ആസ്പിറേഷൻ വന്ന് ഇൻഫെക്ഷൻ വന്ന് നമ്മളത് ട്രീറ്റ് ചെയ്ത് ഈ NICUവിൽ നിന്ന് വരുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു 100% പെർഫെക്റ്റ് ആവണമെന്നില്ല. തീർച്ചയായും ഇതല്ലേ? അപ്പം ആ കുട്ടിക്ക് ഈ സമയത്ത് വരുന്ന പ്രശ്നങ്ങൾ ഈ കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ അത് നിലനിൽക്കുന്നുള്ളതാണ്. ആ ജീവിതകാലം മുഴുവൻ ഈ കുട്ടിക്ക് ഈ സമയത്ത് വരുന്ന ബ്രെയിൻ ഡാമേജും ഈ സമയത്ത് വരുന്ന പ്രശ്നങ്ങളും ഈ സമയത്ത് വരുന്ന ഓർഗൻ ഡാമേജും ഒക്കെ അത്രയും ചെറുപ്രായത്തിൽ വരുന്ന കാര്യങ്ങൾ ജീവിതകാലം മുഴുവൻ കുട്ടിക്ക് നിൽക്കുന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം എന്ന് പറയുന്നത് സാർ, 2 പ്രസവം ആശുപത്രിയിൽ നടത്തിയതിനു ശേഷം പിന്നീടുള്ള പ്രസവങ്ങളെല്ലാം വീട്ടിൽ നടത്തുന്നു. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ആ കുടുംബം അങ്ങനെ ചിന്തിച്ചില്ല? തൻ്റെ കുഞ്ഞിന് മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ നടത്തിയാൽ ഉണ്ടാകും എന്നുള്ളൊരു ചിന്ത അവരുടെ ആ ഒരു കുടുംബത്തിന് വരുന്നില്ല എന്നുള്ള, എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു സാർ? അത് 2 കാര്യങ്ങളാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ, മനസ്സിലായില്ലേ? അത് ഹെൽത്ത് കെയറിനെ പറ്റി പലർക്കും തെറ്റായ ധാരണകൾ ഒരുപാടുണ്ട്, മനസ്സിലായില്ലേ? കാരണം ഈ പ്രകൃതി ചികിത്സ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വന്നിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പ്രസവം എന്ന് പറയുന്നത് ഒരു നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. ആ നാച്ചുറലായിട്ടുള്ള സംഭവത്തെ എന്തിനാണ് നമ്മൾ ആശുപത്രിയിൽ പോകുന്നത്, എന്തിനാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? അപ്പോൾ ഇതിനെപ്പറ്റി ഈ കറക്റ്റായിട്ടുള്ളൊരു അറിവില്ലായ്മയാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും അറിയാമെങ്കിലും നമ്മൾ ചിലപ്പോൾ ഇങ്ങനത്തെ മണ്ടത്തങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഡോക്ടർമാർക്ക് അറിയാലോ ഈ ഹെൽത്ത് കെയറിനെ പറ്റി, പക്ഷേ ഡോക്ടർമാർ പലരും ചികിത്സിക്കാത്ത ആൾക്കാരുണ്ട്, മനസ്സിലല്ലേ? ഈവൻ ഡയബറ്റീസ് ചെക്കപ്പ് ചെയ്യില്ല. ഡോക്ടർക്ക് അറിയാതെ ഡയബറ്റീസ് കാര്യങ്ങളൊക്കെ ചെക്കപ്പ് ചെയ്ത് നല്ലതായിട്ട് ആദ്യം തന്നെ കണ്ടുപിടിച്ചാൽ ഇത് നന്നാവുന്നുള്ള അറിയാം. പക്ഷേ നമ്മളതിനെ ഇഗ്നോർ ചെയ്യും. ആ ഇഗ്നറൻസ്, ആ അറിവില്ലായ്മ മാത്രമല്ല, അറിഞ്ഞുകൊണ്ട് അതിനെ ഇഗ്നോർ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അത് സ്പെഷ്യലി ഒരു പ്രസവം ഇവിടെ എന്തോ ഒരു രീതിയിൽ നടത്തിയിട്ടുണ്ടാവും, മനസ്സിലല്ലേ? അപ്പോൾ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തു. ആ പ്രസവം നടന്നല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടായില്ല നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നമ്മളത് അറിഞ്ഞിട്ടുണ്ടാവില്ല, അത് അങ്ങനെ അങ്ങ് പോകും. ഞാൻ പലപ്പോഴും പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞത്, നമ്മൾ ഈ 1ാം റാങ്ക് കിട്ടേണ്ടവനെ 10ാം റാങ്ക് ആക്കുന്ന പരിപാടിയാണ്.
മനസ്സിലല്ലേ? നമ്മളറിയില്ല, നമ്മളിവൻ പഠിക്കില്ല, അവന് ഡിസബിലിറ്റി ഉണ്ട്, അതുണ്ട് എന്നൊക്കെ പറഞ്ഞങ്ങ് പോകും. പക്ഷെ ആ ഒരു കോൺഫിഡൻസിൽ നിന്ന് രണ്ടാമത്തത് നടന്നപ്പോൾ കൂടുതൽ കോൺഫിഡൻസ് ആയപ്പോൾ മൂന്നാമത്തത് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും തരണം ചെയ്യാന്നുള്ള ആ ഒരു വിശ്വാസത്തിൽ നിന്നായിരിക്കും പുള്ളി അതങ്ങനെ ഒരു ഇതിലേക്ക് പോയത്. പക്ഷേ ആ ചെയ്യുന്നത് ശുദ്ധമണ്ടത്തരാണ്. പക്ഷെ മൂന്നാമത്തെ പ്രസവമായപ്പോഴാണ് ഈ അക്യുപങ്ചർ പഠിച്ച് ഇനി എന്നാൽ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് കരുതി ആ കുടുംബം അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. പക്ഷെ അതിൽ നഷ്ടപ്പെട്ടത് ആ യുവതിയുടെ ജീവൻ തന്നെയാണ്. ആ കുഞ്ഞാണെങ്കിൽ തീവ്രപരിചരണ അക്യുപങ്ചർ കൊണ്ടായിരിക്കല്ലേ ഈ അമിത രക്തസ്രാവം ഉണ്ടായതൊന്നും. പക്ഷെ അമിത രക്തസ്രാവം എന്ന് പറയുന്നത് ഒരു പ്രഗ്നൻസിയിൽ എപ്പോഴെങ്കിലും ഉണ്ടാവുന്നതാണ്. അത് കൂടാതെ തന്നെ ഈ കൂടുതൽ പ്രസവം കഴിഞ്ഞ ആൾക്കാർക്ക് അമിത രക്തസ്രാവം ഉണ്ടാകാനായിട്ടുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. ഓരോ പ്രസവം കഴിയുമ്പോഴും മൾട്ടിപാര മനസ്സിലല്ലേ, ഓരോ പ്രസവം കഴിയുമ്പോഴും ഈ അമിത രക്തസ്രാവം ഉണ്ടാകാനുള്ള ചാൻസ് കൂടിക്കൊണ്ടേയിരിക്കും. അത് മാത്രമല്ല, ഈ അമിത പ്രസവ സമയത്തുള്ള രക്തസ്രാവത്തിനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ ഈ പ്രഗ്നൻസി ആയിരിക്കുമ്പോൾ ഈ ഫീമെയിലിൻ്റെ ഈ മദറിൻ്റെ ബോഡി എന്ന് പറഞ്ഞാൽ ഒരു ഹൈപ്പർ കോയാഗുലബിൾ സ്റ്റേറ്റ് എന്ന് പറയും. അതായത് രക്തം പെട്ടെന്ന് കട്ട പിടിക്കുന്ന ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ പ്രഗ്നൻസി സമയത്ത് കുറച്ചൊരു ബ്ലീഡിങ് ഉണ്ടാവും ചിലപ്പോൾ. അതായത് ഇപ്പോൾ തേർഡ് പ്രഗ്നൻസി അല്ലേ, കുറച്ച് ചാൻസ് കൂടുതലാണ് ബ്ലീഡിങ്. യൂട്രസ് ശരിക്കും ഇങ്ങനെ ചുരുങ്ങൂല. അപ്പോൾ യൂട്രസ് ചുരുങ്ങുന്നത് ബ്ലീഡിങ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ബ്ലീഡിങ് നിൽക്കാതെ വരുമ്പോൾ കുറച്ചൊരു ബ്ലഡ് ചുരുങ്ങാതെ വരുമ്പോൾ കുറച്ചൊരു ബ്ലഡ് പോകുമല്ലോ. ഈ കുറച്ച് ബ്ലഡ് പോയി കഴിയുമ്പം ഒരു പ്രോസസ്സ് വഴി ഈ മദറിൻ്റെ രക്തക്കുഴലുകളിലുള്ള രക്തം ഇങ്ങനെ കട്ട പിടിക്കാൻ തുടങ്ങും പെട്ടെന്ന്. അപ്പോൾ ഈ കട്ട പിടിക്കാൻ തുടങ്ങും, ഈ രക്തം കട്ടയാവാനുള്ള പദാർത്ഥങ്ങളുണ്ട് രക്തത്തിൽ. അപ്പോൾ ഈ രക്തം കട്ടയാനുള്ള പദാർത്ഥം മുഴുവൻ യൂട്ടിലൈസ് ചെയ്തു പോകും. അപ്പോഴാണ് ഈ DIC എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് നടക്കുന്നത്, ഡിസിമിനേറ്റഡ് ഇൻട്രാവാസ്കുലർ കോയാഗുലേഷൻ. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തുനിന്നും ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ രക്തം കട്ട പിടിക്കാനുള്ള ആ പദാർത്ഥങ്ങൾ ശരീരത്തിൽ കുറയുമ്പോൾ അത് പിന്നെ രക്തം എവിടെ ബ്ലീഡ് ചെയ്താലും കട്ട പിടിക്കില്ല. അവിടെ ആ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ നമുക്ക് ഈവൻ വൈദ്യശാസ്ത്രത്തിന് പോലും പലപ്പോഴും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. അപ്പം അതുകൊണ്ടാണ് ഈ അമിത രക്തസ്രാവം വരുമ്പോൾ, പ്രസവ സമയത്ത് പ്രത്യേകിച്ച് അമിത രക്തസ്രാവം വരുമ്പോൾ അത് ആദ്യം തന്നെ കണ്ടുപിടിച്ച് അത് പെട്ടെന്ന് കൺട്രോൾ ചെയ്യണം. ഈ പ്രശ്നം പറ്റുന്നതെന്ന് വെച്ചാൽ ഈവൻ ആശുപത്രി പോലും ചിലപ്പോൾ കുറച്ച് ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഈ അമിത രക്തസ്രാവം വന്ന ആദ്യത്തെ സ്റ്റേജിൽ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് വരും. പല കേസുകളിലും ഈ അമിത രക്തസ്രാവം മൂലമാണ് ഒരുപാട് കേസുകളിൽ ഈവൻ ആശുപത്രിയിൽ പോലും മനസ്സിലായില്ല, ആ ഫസ്റ്റ് സ്റ്റേജിൽ പെട്ടെന്നൊരു ഇത് കണ്ടുപിടിക്കാതെ വരിക അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വരുമ്പോൾ പിന്നെ ഈ പ്രോസസ്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അത് കൈവിട്ടു പോകും. അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ള ട്രീറ്റ് ചെയ്ത് അത് ഇമ്മീഡിയറ്റ് ആയിട്ട് കട്ട് ഡൗൺ ചെയ്ത് അത് സ്റ്റോപ്പ് ചെയ്യണം. കാരണം ഒരിക്കലും ഈ DIC സ്റ്റേജിലേക്ക് പേഷ്യൻറ്റിനെ പോകാനായിട്ട് സമ്മതിക്കരുത്. അപ്പം ഇത് ആശുപത്രിയിലെ കാര്യം. ആശുപത്രിയിൽ പോലും പ്രശ്നം നടക്കാവുന്ന ഒരു കാര്യം വീട്ടിൽ ഇതൊന്നും അറിയാത്ത ഈ അമിത രക്തസ്രാവം എന്താണെന്നും ഇത്ര ക്വാണ്ടിറ്റി ബ്ലഡ് പോയി കഴിഞ്ഞാലാണിത് കൂടുതലെന്നും ഇതൊന്നും അറിയാത്ത ഒരാൾ എങ്ങനെ ഇത് കണ്ടുപിടിക്കും? അത് പോസിബിൾ അല്ല. അക്യുപഞ്ചറൊക്കെ അവിടെ നിൽക്കട്ടെ. അക്യുപഞ്ചർ കൊണ്ടല്ല അമിത രക്തസ്രാവം വന്നത്. അക്യുപഞ്ചർ ഈ പ്രസവ സമയത്ത് എൻ്റെ അറിവിൽ യാതൊരു ഗുണമില്ലാത്തൊരു കാര്യമാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ അതിൻ്റെ ഒരു അതോറിറ്റി ഒന്നും അല്ല. പക്ഷേ ഈ അക്യുപഞ്ചറിന് വലിയ ഗുണമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു ചൈനീസ് ട്രീറ്റ്മെന്റ് എന്നാണ് പറയപ്പെടുന്നത് അക്യുപഞ്ചർ എന്ന് പറയുന്നത്. അക്യുപഞ്ചറിന് പല കാര്യങ്ങളും ചിലപ്പം നല്ലതൊക്കെ ഉണ്ടാവും. സാധാരണ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഒരു ക്രോണിക് ഡിസീസസിന് ചിലപ്പോൾ നല്ലതായിരിക്കും. പക്ഷേ ഇതൊരു അക്യൂട്ട് സംഭവമാണിത്. ഈ പ്രസവം ഡെലിവറി അങ്ങനത്തെ പറയുന്ന ഒരു അക്യൂട്ടായിട്ടുള്ള കാര്യമാണ്. പെട്ടെന്നാണ് ഇതിൻ്റെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ച പോലെയാണ് ഇതിൻ്റെ കളർ മാറുന്നത്. പ്രശ്നങ്ങൾ പെട്ടെന്നാണ് ഉണ്ടാകുന്നത്. അത് കാരണം ഏത് സമയത്തും നമ്മൾ വിജിലൻ്റായിട്ട് ഒരു സ്ത്രീയെ പ്രസവത്തിന് കയറ്റിക്കഴിഞ്ഞാൽ മിനിറ്റ് ടു മിനിറ്റ് വിജിലൻ്റായിട്ട് അത് മോണിറ്റർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഏത് സമയത്തും നമുക്ക് പ്രശ്നങ്ങൾ വരാം. അത് എല്ലാ തവണയും വരില്ല. അതായത് ഇപ്പോൾ സ്ഥിരമായിട്ട് 10 ഡെലിവറിക്ക് പ്രശ്നം വരില്ല എന്ന് പറയുമ്പോൾ 11ാമത്തെ ഡെലിവറി ഇവർ കുറച്ച് റിലാക്സ്ഡ് ആവും മോണിറ്ററിങ്. അവിടെയാണ് ചിലപ്പോൾ പ്രശ്നം വരിക. മനസ്സിലല്ലേ? അപ്പം ഇതൊരു മിനിറ്റ് ടു മിനിറ്റ് നമ്മൾ മോണിറ്റർ ചെയ്യേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഈ മദറിനും മാത്രമല്ല കുട്ടിക്ക് പോലും പ്രശ്നങ്ങൾ വരാം. ഈവൻ ഡെലിവറി സമയത്ത് കുട്ടി അകത്ത് വെച്ച് മരിച്ചു പോകുന്ന പ്രശ്നങ്ങൾ, ഓക്സിജൻ കിട്ടാതെ മരിച്ചു പോകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ഈ മോണിറ്ററിങ്ങിൻ്റെ പ്രശ്നമാണ്. ഈ മോണിറ്ററിങ് കറക്റ്റായിട്ട് ചെയ്തില്ലെങ്കിൽ നടക്കില്ല. ഇതൊന്നും വീട്ടിൽ നടക്കില്ലല്ലോ. ഈവൻ പണ്ടൊക്കെ അത് ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ഫീറ്റൽ മോണിറ്റർ എന്ന് പറഞ്ഞ സാധനമൊന്നും ഉണ്ടായിരുന്നില്ല. ഫീറ്റൽ മോണിറ്റർ കുട്ടിയുടെ ഹാർട്ട് ബീറ്റ് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യാനും അത് റെക്കോർഡ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഈ ഒരു ഫീറ്റോസ്കോപ്പ് എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് ചെവിയിൽ വെച്ചിട്ട് ഹാർട്ട് ബീറ്റ് വെക്കാനായിട്ട് ഈ ചെവിയിൽ വെച്ച് കേട്ടിട്ടിരുന്നേ. മനസ്സിലല്ലേ? അത് കണ്ടിന്യൂസ് അല്ല. മനസ്സിലല്ലേ? ഇപ്പം ഹാർട്ട് ബീറ്റ് നമ്മൾ കണ്ടിന്യൂസ് ECG പോലെ ഫുൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രസവവും നമ്മളിത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ചെറിയൊരു വേരിയേഷൻ എവിടെയെങ്കിലും, അതും ഇപ്പോൾ സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് ആയി, കൂടുതൽ ഡെലിവറി ഉള്ള സ്ഥലത്തൊക്കെ സെൻട്രലൈസ്ഡ് മോണിറ്ററിംഗ് ആയി. അപ്പോൾ ചെറിയൊരു വേരിയേഷൻ എവിടെയെങ്കിലും കാണുമെങ്കിൽ അപ്പം ഉടനെ ഇൻ്റർഫിയർ ചെയ്യണം. അപ്പോൾ അത്രയും സോഫിസ്റ്റിക്കേറ്റഡ് ആയി ഇന്ന് പ്രസവം എന്ന് പറയുന്നത്. അപ്പോൾ പ്രസവം എന്ന് പറയുന്നത് നമ്മളങ്ങ് സിമ്പിളായിട്ട് എല്ലായിടത്തും നടക്കുന്ന ഒരു സംഭവമാണ്. ഇതിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് അതിൽ 100 പോകും, 101 ആയിരിക്കും പ്രശ്നം കിട്ടുക. ആ പ്രശ്നം കിട്ടുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക്, അവിടെയാണ് ഇതിൻ്റെ പ്രോബ്ലം വരുന്നത്. ഇപ്പോൾ അതുപോലെ തന്നെയാണ് സാർ പറഞ്ഞെടുത്ത് നമ്മൾ തുടങ്ങുവാണെങ്കിൽ ഈ പ്രഷർ ആയിക്കോട്ടെ, ഷുഗർ ആയിക്കോട്ടെ, ഒരു സ്ത്രീക്ക് ഡെഫിഷ്യൻസി വരാനായിട്ട് ഈ ഗർഭകാലത്ത് ഭയങ്കര ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ ഇതെല്ലാം ചിലപ്പോൾ ഒരു കാരണമായി തീരാൻ സാധ്യതയില്ലേ ഈ ഒരു കേസിലും? സാറിന്റെ ഒരു അഭിപ്രായം? ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ 3ാമത്തെ ഡെലിവറി അല്ലേ, നാച്ചുറലി അഞ്ചാമത്തെ. അപ്പോൾ അവർക്ക് എത്ര പ്രായമായിട്ടുണ്ട്, ഈ പ്രായം കൂടുന്തോറും പ്രശ്നങ്ങൾ കൂടി വരാനുള്ള ചാൻസ് കൂടുതലാണ്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഡെലിവറി ഒരു ഭാഗം, അത് ലാസ്റ്റ് അതിൻ്റെ സംഭവമാണല്ലോ ഡെലിവറി എന്ന് പറയുന്നത്. പക്ഷേ ഈ ത്രൂ ഔട്ട് പ്രഗ്നൻസി ആൻറ്റിനേറ്റൽ പീരീഡ് ഉണ്ട്. ഈ ആൻറ്റിനേറ്റൽ പീരീഡിൽ നമ്മൾ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു, എങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഡെലിവറി സമയത്ത്, അതായത് പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് പ്രഷർ കൂടും. അത് ടെൻഷനൊന്നുമല്ല, പ്രഗ്നൻസി ആയിക്കഴിഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്. അതായത് ഈ മദറിൻ്റെ ബോഡി ഈ ഫാദറിൻ്റെ ആൻറ്റിജൻ, ഫാദറിൻ്റെയും കൂടിയാണല്ലോ ആൻറ്റിജൻ കുട്ടിക്കുള്ളത്, ആ ആൻറ്റിജനെതിരായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സിൽ ഈ പ്രഷർ കൂടും. അപ്പോൾ ഈ പ്രഷർ ഇന്നത്തെ കാലത്ത്, പണ്ടൊക്കെ പ്രഷർ കൂടുമ്പോഴാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ഡോപ്ലറും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഈ പ്രഷർ കൂടുന്നതിന് മുമ്പേ തന്നെ ഈ പ്രഷർ കൂടാൻ ചാൻസ് ഉണ്ടെന്നുള്ളത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ആ പ്രഷർ കൂടുന്ന ആ പ്രോസസ്സിലേക്ക് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ പോലും പറ്റും. മനസ്സിലല്ലേ? ആസ്പിരിൻ പോലത്തെ മരുന്നുകളും അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ട്, അത് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സ് ഡിലേ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടിയുടെ ഗ്രോത്ത്, അതായത് ഈ പ്രഗ്നൻസി ആകുമ്പോൾ നമ്മൾ മദറിൻ്റെ വയറ്റിനകത്ത് കിടന്ന് ഗ്രോ ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഗ്രോ ചെയ്യുന്ന ഞങ്ങൾ പേഷ്യൻസിൻ്റെ അടുത്ത് ഏറ്റവും എളുപ്പത്തിൽ പറയുന്നതെന്ന് വെച്ചാൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് പറ്റുമെന്ന് പറയാം. അല്ലെങ്കിൽ കാരണം ഇതൊരു മാനുഫാക്ചറിങ് സമയമാണല്ലോ. ഈ സമയത്ത് പറ്റുന്ന ഡിഫക്ട്സ് കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ നിൽക്കും. മനസ്സിലല്ലേ? ഒരു മെഷീൻ കേട് വരുന്നതല്ല മാനുഫാക്ചറിങ് ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ വഴിയൊന്നുമില്ല, അത് മാറ്റാനേ വഴിയുള്ളൂ. അപ്പോൾ എന്ന് പറഞ്ഞത് പോലെ, അപ്പോൾ അത് പറയുമ്പോൾ പേഷ്യൻസിന് മനസ്സിലാവും. അപ്പോൾ ഈ ഗ്രോ ചെയ്യുന്ന സമയത്തുള്ള ഓരോ ഇൻസൾട്ടും, അതിപ്പോൾ ഈവൻ ഡയബറ്റീസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഡയബറ്റീസ് പലപ്പോഴും കണ്ടുപിടിക്കില്ല. കാരണം നമ്മൾ ടെസ്റ്റ് ചെയ്തില്ലേ കണ്ടുപിടിക്കില്ല. ഈ വീട്ടിൽ ഇരുന്ന് ഈ ഡെലിവറി ചെയ്യുന്ന ആൾക്കാർ ഒരു പക്ഷേ ഹോസ്പിറ്റലിലേ പോയിട്ടുണ്ടാവില്ല ആൻറ്റിനേറ്റൽ പീരീഡിൽ, ഇവർ ഒരു ടെസ്റ്റുകളും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ റെഗുലറായിട്ട് ടെസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഡയബറ്റീസ് കണ്ടുപിടിക്കില്ല. അപ്പോൾ പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്നത്, ഡയബറ്റിക് പേഷ്യൻറ്റ് പ്രഗ്നൻ്റ് ആവുന്നതും പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരുന്നത് രണ്ടും വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഡയബറ്റിക് പേഷ്യൻ്റ് പ്രഗ്നൻസി ആകുമ്പോൾ ഈ കഞ്ചറ്റൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ചാൻസ് കൂടുതലാണ്. പ്രഗ്നൻസിയിൽ വരുന്ന ഡയബറ്റീസ് ഉണ്ട്, അതായത് ഡയബറ്റിക് പ്രോൺ ആയിട്ടുള്ള പേഷ്യൻസിന് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് വരാം. ആ സമയത്ത് ഡയബറ്റീസ് വരുമ്പോൾ കുട്ടിയുടെ വെയിറ്റ് കൂടാനും കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരാനും ഒക്കെ ചാൻസ് കൂടുതലാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ മദറിന് പ്രശ്നങ്ങൾ, അബ്രപ്ഷൻ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് കണ്ടുപിടിച്ചില്ലെങ്കിൽ ആ പേഷ്യൻസിന് പ്രശ്നം വരാം. ഈവൻ ഇത് കണ്ടുപിടിക്കാതെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ഭാവിയിൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് മാക്രോസോമിയ എന്ന് പറയും, ഭയങ്കര അമിതമായിട്ടുള്ള വണ്ണം വരുന്ന കുട്ടികൾക്ക്. നമ്മൾ കുട്ടീനെ വെയിറ്റൊക്കെ നല്ലോണം കാണുമ്പോൾ ആൾക്കാർക്ക് സന്തോഷമില്ലേ? അതല്ല, ഈ വെയിറ്റ് കൂടുന്ന കുട്ടികൾക്ക് പ്രശ്നമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ലെവലിലെ മുകളിൽ വെയിറ്റ് കൂടിക്കഴിഞ്ഞാൽ അതും പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 10,000 കാര്യങ്ങളുണ്ട് ഈ പ്രഗ്നൻസിയിൽ മോണിറ്റർ ചെയ്യുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്ത് കറക്റ്റായിട്ടുള്ളൊരു അഡ്വൈസും കാര്യങ്ങളും കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ, ഈ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് ഇല്ല, ഞാനിപ്പോൾ ഈ പറഞ്ഞ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഇതൊക്കെ സിവിയർ ആയിട്ടുള്ള പ്രോബ്ലം. വളരെ സട്ടിലായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹിമോഗ്ലോബിൻ ഒന്ന് കുറച്ച് കുറഞ്ഞു, അതപ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് അത് കൂട്ടാനുള്ള മെഡിസിൻസ്, ഗർഭാശയ ആന്റിനേറ്റൽ ചെക്കപ്പ് പറയില്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ട് റെഗുലറായിട്ട് ചെക്കപ്പ് ചെയ്യുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ഹീമോഗ്ലോബിൻ കുറഞ്ഞു. ഇപ്പോൾ പലപ്പോഴും ഞാൻ അഹമ്മദാബാദിലാണ് പഠിച്ചത്, അവിടെയൊക്കെ ചിലപ്പോൾ ഈ പേഷ്യൻസിൽ ലാസ്റ്റിലാണ് വരിക. അപ്പോൾ ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ 5, 6 ഒക്കെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ളൊരു ശരീരത്തിൽ, പിന്നില്ല അത് ഭയങ്കര കുറവാണ്. അങ്ങനെ ഒരു ശരീരത്തിൽ വളരുന്ന കുട്ടി അതനുസരിച്ച് മോശമായിരിക്കും, പ്രശ്നങ്ങളുണ്ടാവും. ഈ ഹീമോഗ്ലോബിന്റെ ഒരു കണക്കെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ബ്ലഡിന്റെ കൗണ്ട്. ഹീമോഗ്ലോബിൻ നോർമലി ഒരു 10-നും 12-നും ഇടയ്ക്കെങ്കിലും മിനിമം വേണം പ്രഗ്നൻസിയിൽ. നോർമലി 12-നെങ്കിലും മുകളിൽ വേണം. പ്രഗ്നൻസിയിൽ കുറച്ചൊരു കുറവായിരിക്കും, ഒരു ഡയല്യൂഷൻ വരുന്ന കാരണം കുറച്ച് കുറവായിരിക്കും, എന്നാൽ അത് വേണം. അപ്പം ഇതൊന്നും മോണിറ്റർ ചെയ്യാതെ നമ്മൾ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള കണ്ടമാനം കുട്ടിക്ക് ഗ്രോത്ത് പ്രശ്നങ്ങളുണ്ടാവും. അതുകൂടാതെ വേറൊരു കാര്യമുണ്ട്, ഈ മദറിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്.
ഈ മദറിന് ഒരുപാട് സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ പ്രഗ്നൻസിക്ക് വേണം. കാരണം വെച്ചാൽ മദർ വളരെ സന്തോഷമായിട്ടിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഇത് പലർക്കും അറിയില്ല. കാരണം അത് അറിയാത്തത് കൊണ്ട് തന്നെ അവർ ഒരുപാട് സ്ട്രെസ് എടുക്കും. ഇപ്പോൾ എസ്പെഷ്യലി വർക്കിംഗ് മദേഴ്സ് ഒരു ഹാപ്പി ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള ലെവലിലേക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരവരെ വർക്ക് കണ്ടിന്യൂ ചെയ്യുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ കണ്ടമാനം സ്ട്രെസ് എടുത്ത് കഴിയുമ്പോൾ ഫിസിക്കലല്ല, മാനസികമായിട്ടുള്ള സ്ട്രെസ് പോലും ഈ കുട്ടിനെ ബാധിക്കുന്നുള്ളതാണ്. നമ്മൾ അഡ്രിനാലിൻ പോലത്തെ ഹോർമോൺസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുട്ടിനെ ഭയങ്കരമായിട്ട് ബാധിക്കുന്നതാണ്. അപ്പോൾ അതുമാത്രമല്ല, നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ ഹസ്ബൻഡിനെ കൗൺസിൽ ചെയ്യും. ഈ വീട്ടിലുള്ള ബാക്കി ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ മദർ ഫാദർ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ മദർ ഫാദറൊക്കെ ഉണ്ടെങ്കിൽ അവരെ കൗൺസിൽ ചെയ്യും. അവർ ഈ കുട്ടീനെ എങ്ങനെ ട്രീറ്റ് ചെയ്യണം, അവരുടെ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ഈ കുട്ടിയിലേക്ക് ഈ മദറിലേക്ക് വരരുത്. അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ഫിസിക്കലായിട്ടുള്ളൊരു പ്രഷർ ഷുഗർ എന്നുള്ള ലെവലിന് മുകളിൽ നിന്ന് ചികിത്സ പോയി. മനസ്സിലല്ലേ? സട്ടിലായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ നമ്മൾ അഡ്രസ്സ് ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷനിലേക്കാണ് ഇന്നത്തെ വൈദ്യശാസ്ത്രം നിൽക്കുന്നത്. അപ്പോൾ അതിനൊരു സൈക്കോളജിസ്റ്റ് കാര്യങ്ങൾ, പിന്നെ അതുകൂടാതെ ഈ മദറിൻ്റെ ഡയറ്റ്. മനസ്സിലല്ലേ? ഈ ഡയറ്റിനെ പറ്റിയൊന്നും പലർക്കും ഒന്നും അറിയില്ല. മനസ്സിലല്ലേ? ഒരു മദർ വരുമ്പോൾ പലർക്കും സത്യം പറഞ്ഞാൽ ഒരു കാര്യം അറിയില്ല. അപ്പം നമ്മൾ ആ ഡയറ്റൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുത്തു. ഇന്നത് കഴിക്കണമെന്ന് വാശി പിടിക്കുക എന്നുള്ളതല്ല, അവർക്ക് ഇഷ്ടമുള്ളത് കഴിച്ചോട്ടെ, പക്ഷേ ആ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുക. ഇപ്പോൾ വർക്കിംഗ് സ്ത്രീകൾ ഞാൻ പലപ്പോഴും കാണുന്നതെന്ന് വെച്ചാൽ ഇവർ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടങ്ങ് ഇറങ്ങും, പിന്നെ കഴിക്കില്ല, പിന്നെ ഓടി വൈകുന്നേരം അല്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് കഴിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ആക്സിലറേറ്റഡ് ഫാസ്റ്റിംഗ് ആണ്. ഇത് കുട്ടിക്ക് ഭയങ്കര ചീത്തയാണ്. അപ്പോൾ നമ്മൾ അഡ്വൈസ് ചെയ്ത് കൊടുക്കുക, ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കുക, ഒരു 1.5-2 മണിക്കൂർ കൂടുമ്പോൾ ഒരു ആപ്പിളോ അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റോ എന്തെങ്കിലും കഴിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കുറേ അഡ്വൈസുകളുണ്ട്. ഈ സാധനങ്ങളൊന്നും നമ്മളൊരു വീട്ടിലിരിക്കുമ്പോൾ അറിയില്ലല്ലോ. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കഴിക്കണം എന്ന് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ, നമ്മളൊരു വർക്കിംഗ് വുമണൊക്കെ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ഭക്ഷണം കഴിക്കണം, വെള്ളം അതിനനുസരിച്ച് ചെല്ലണം എന്ന് പറയുന്നു. ഉടനടി എല്ലാം കൂടി ഒന്നിച്ച് കഴിക്കരുതെന്നും പറയുന്നുണ്ട്. ഇടയ്ക്ക് ഭക്ഷണം കഴിക്കുന്നതിന്റെ ആ ഒരു കാരണം എന്താണ് ഡോക്ടർ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞത് ആക്സിലറേറ്റഡ് ഫാസ്റ്റിംഗ് ആണ്. അതായത് മദറിന് 1 മണിക്കൂർ ഫാസ്റ്റിംഗ് വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് 2 മണിക്കൂർ എന്ന് വെച്ചു. മനസ്സിലായി? അപ്പോൾ കുട്ടിനെ സംബന്ധിച്ചോളം ഇടയ്ക്കിടയ്ക്ക് ആ ന്യൂട്രീഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം. അതല്ലേ? അപ്പം മദറിന് ഒരിക്കലും ഹൈപ്പോഗ്ലൈസീമിക് ആവരുത്, അല്ലെങ്കിൽ ന്യൂട്രീഷൻ കുറഞ്ഞു വരരുത്. അത് മദറിന് സ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, പക്ഷെ കുട്ടിക്ക് അത്രയും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? കുട്ടിക്ക് ഒരു ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഫാസ്റ്റിംഗ്. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ലെവൽ. അത് മാത്രമല്ല, നമ്മളിപ്പോൾ കുറേ വിശന്നിരുന്ന് ഭയങ്കരമായിട്ട് വിശന്നിരുന്നിട്ട് പെട്ടെന്ന് പോയി കഴിക്കുമ്പോഴും പ്രശ്നമാണ്. അത് പെട്ടെന്നും ഷുഗർ ലെവൽസ് അങ്ങ് കൂടുതലല്ലേ. അപ്പം ഇങ്ങനെ ഈ ഫ്ലക്ച്വേറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് ഈ കുട്ടിക്ക് പ്രശ്നം വരുന്നത്. അതൊരിക്കലും പ്രഗ്നൻസിയിൽ വരാൻ പാടില്ല. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വീട്ടിലിരുന്നൊരു ഇത് ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കാര്യങ്ങളിലേക്ക് ഒരു ശ്രദ്ധ പോകുന്നില്ല. പലപ്പോഴും ഡോക്ടർമാർ പോലും ഈ ചെറിയ കാര്യങ്ങളിലേക്ക് ചിലപ്പോൾ ശ്രദ്ധിക്കാൻ പറ്റില്ല. വളരെ ബിസി ആയിട്ടുള്ള സ്ഥലത്ത് ഇരുന്നാൽ ചിലപ്പം ആ പ്രഷറും ഷുഗറും ഒക്കെ നോക്കിയിട്ട് അങ്ങ് വിടും. മനസ്സിലല്ലേ? അതുപോലും നടക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വീട്ടിലെ കാര്യം നമ്മൾ പറയേ വേണ്ടല്ലോ. ഇതൊന്നും അറിയയില്ല, ശ്രദ്ധിക്കുകയില്ല. അപ്പം കുട്ടിക്ക് ഗ്രോത്ത് റിട്ടാർഡേഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ശ്രദ്ധ ചെലുത്തേണ്ട ഒരു സാധനം ലാസ്റ്റ് വരെ അങ്ങ് പോകും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സിവിയർ ആയിട്ടുള്ള ഗ്രോത്ത് റിട്ടാർഡഡ് ബേബി ആയിരിക്കും ചിലപ്പോൾ പുറത്ത് വരുന്നത്. നമ്മൾ അറിയ പോലുമില്ല. ഈ ഗ്രോത്ത് റിട്ടാർഡേഷൻ യൂട്രസിനകത്ത് വെച്ച് വന്നു കഴിഞ്ഞാൽ അത് ജീവിതകാലം മുഴുവൻ ആ ബേബിക്ക് പ്രശ്നമാണ്. മനസ്സിലായി? ഒരിക്കലും അത് ക്യൂറബിൾ അല്ല. പിന്നീട് അത് ആ പ്രശ്നങ്ങൾ അങ്ങനെ നിൽക്കും. ജീവിച്ചു പോകുന്നത് ഒരു ഭാഗം, ഈ നോർമലായിട്ട് വരുന്നതും ആ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുന്നതും വേറൊരു ഭാഗം. കുട്ടി മരിച്ചു പോകുന്നത് മാത്രമല്ല, കുട്ടി എത്ര നോർമലായിട്ട്, ഞാൻ പേഷ്യൻസിൻ്റെ അടുത്ത് പറയും, ഇന്നത്തെ കാലത്ത് നമുക്ക് 1-2 കുട്ടികളല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ കുട്ടികൾ ഏറ്റവും നല്ല പ്രോഡക്റ്റായിട്ട് കിട്ടുന്നത് ഭയങ്കര അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മൾ ഇതുപോലത്തെ ഓരോ കാര്യം, പണ്ടൊക്കെ 10-12 കുട്ടികളുണ്ടാകുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഒരുത്തം പഠിക്കൂല, അവന് ബുദ്ധിയില്ല, അവന് ശ്രദ്ധയില്ല എന്നൊക്കെ പറഞ്ഞ് അതങ്ങ് ഒഴിവാക്കും. ഈ 10 കുട്ടികൾ വളരുന്നൊരു വീട്ടിൽ ഇതൊന്നും വലിയ പ്രശ്നമായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല. ലൈഫ് ഭയങ്കര കോമ്പറ്റിറ്റീവായി. നമുക്ക് ഓരോ കുട്ടിയും എത്രയും നല്ല പ്രോഡക്റ്റ് ആണെന്നുള്ള ആഗ്രഹമുള്ള മാതാപിതാക്കളല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും. ഇപ്പോൾ ഡോക്ടർ, അതായത് പറഞ്ഞിടത്ത് നമ്മൾ വീണ്ടും തുടങ്ങുകയാണെങ്കിൽ സാധാരണ രീതിയിൽ ഒരൊറ്റ കേസാണ് ഇപ്പോൾ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത്, വലിയ വിവാദമായതും വലിയ പ്രശ്നമായി മാറിയിരിക്കുന്നതും. ഇതുപോലുള്ള ഒരുപാട് കേസുകൾ ചിലപ്പം പുറം ലോകം അറിയാത്തത് നമ്മുടെ ഇടയിലൊക്കെ തന്നെ കാണും. അവരോടൊക്കെ ഡോക്ടർക്ക് എന്താണ് പറയാനുള്ളത്? ഇത് നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് 2 മെത്തേഡാണുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫെസിലിറ്റീസ് ഉണ്ടാവുക. അതായത് എല്ലാ റിമോട്ട് സ്ഥലങ്ങളിലും, ഇപ്പോൾ സിറ്റീസിലൊന്നും ചിലപ്പോൾ നടന്നു വരില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ നടന്ന സ്ഥലം അത്ര റിമോട്ട് സ്ഥലമൊന്നും ആയിരിക്കില്ല, പക്ഷെ എന്നാലും നടന്നിട്ടുണ്ടാവും. പക്ഷേ എല്ലാ റിമോട്ട് സ്ഥലങ്ങളിലും ഈ ഡെലിവറിക്കുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ആ പേഷ്യൻ്റ് ഉള്ള സ്ഥലത്ത് ഫെസിലിറ്റി എന്തായാലും വേണം ഡെലിവറിക്കുള്ള.
എന്നുവെച്ചാൽ ഒരു ബേസിക് ആയിട്ടുള്ള ഫെസിലിറ്റി എങ്കിലും വേണം. ഈ ആൻറ്റിനേറ്റൽ ചെക്കപ്പ് കാര്യങ്ങളെല്ലാം നടത്തുക. അതിന് നമുക്ക് ഗവൺമെൻറ് നല്ലൊരു സിസ്റ്റം ഉണ്ട്. കേരളത്തിൽ വൺ ഓഫ് ദ ബെസ്റ്റ്. ഇപ്പോൾ മെറ്റേണൽ മോർട്ടാലിറ്റിയും ഫീറ്റൽ മോർട്ടാലിറ്റിയൊക്കെ ഭയങ്കര നല്ലൊരു രീതിയിൽ നടക്കുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. ഇതിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതിലൊക്കെ മോശം കേട്ടോ. അപ്പോൾ കേരള ഗവൺമെൻറ് കണ്ടമാനം കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ആൾക്കാരും അതിനുവേണ്ടി ട്യൂൺഡാണ്, എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പം അതൊന്ന് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തെ എന്താ വെച്ചാൽ ആൾക്കാരെ ഈ ലെവലിലേക്ക് എഡ്യൂക്കേറ്റ് ചെയ്യുക. എഡ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത് അത് ബെസ്റ്റായിട്ട് വരേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് നമ്മൾ ഈ കല്യാണം കഴിയുമ്പോൾ മുതലുള്ള എഡ്യൂക്കേഷൻ മനസ്സിലല്ലേ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ അടുത്ത് നോക്കിയാൽ ചർച്ചിലൊക്കെ നമ്മൾ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് മനസ്സിലല്ലേ. അപ്പോൾ ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് വരും, അതൊക്കെ ഭയങ്കര നല്ലതായിട്ടുള്ള, അതൊക്കെ എല്ലാ കമ്മ്യൂണിറ്റി ലെവലിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് പോസിറ്റീവായിട്ട് ഇവിടെ ഒരു ഗവൺമെൻറ് ഇനിഷ്യേറ്റീവ് എടുത്താണെങ്കിലും കമ്മ്യൂണിറ്റി ഇനിഷ്യേറ്റീവ് എടുത്താണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പാണ്. മനസ്സിലല്ലേ. ഒരു ശരീരം, ഞാൻ പലപ്പോഴും പേഷ്യൻസ് പറഞ്ഞത്, അതായത് നമ്മൾ വിത്ത് പാകുന്നതിന് മുമ്പേ നിലമൊക്കെ ഉഴുത് വൃത്തിയാക്കി വളമൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ട് പായിക്കഴിഞ്ഞാൽ ആ വിത്ത് നന്നായിട്ട് മുളയ്ക്കും. അതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഈ ഫീമെയിലിൻ്റെ ശരീരം ഈ പ്രഗ്നൻസിക്ക് ഫിറ്റാണെന്നുള്ളത് എൻഷുർ ചെയ്യണം. അതായത് ഇൻഫെക്ഷൻസ് ഒന്നുമില്ല, വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ഇല്ല, തൈറോയിഡ്. ഇപ്പോൾ തൈറോയിഡൊക്കെ പ്രശ്നങ്ങളുള്ള ആൾക്കാർ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ കുട്ടിക്ക് മെൻ്റൽ റിട്ടാർഡേഷൻ വരാം, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ തൈറോയിഡ് പ്രശ്നങ്ങളില്ല, ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യണം. എന്തൊക്കെ വേറെ അസുഖങ്ങളുണ്ട് ഇതെല്ലാം നോക്കി ആ ഫിറ്റായിട്ട് പ്രഗ്നൻസി ആവണം. അത് കല്യാണം കഴിക്കുമ്പോഴേ അതിൻ്റെ പ്രശ്നങ്ങൾ, അതിൻ്റെ കാര്യങ്ങൾ തുടങ്ങി. മനസ്സിലല്ലേ. പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞിട്ടല്ലേ ഇത് നോക്കുന്നത്. പലപ്പോഴും നമ്മളുടെ സാഹചര്യത്തിൽ ഈവൺ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നത്. അപ്പോൾ പ്രഗ്നൻസി ആവുന്നതിന് മുമ്പേ തന്നെ ആ കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ട് പ്രഗ്നൻസി ആവുന്നതിന് മുമ്പേ തന്നെ ഈ ടെസ്റ്റുകളെല്ലാം ചെയ്യണം. എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടോ, ഡയബറ്റീസ് ഉണ്ടോ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഡയബറ്റീസ് ഉള്ള ആൾ അറിയാതെ പോയി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞാൽ ആ ഡയബറ്റീസ് ആ സമയത്ത് കൺട്രോൾഡ് അല്ലെങ്കിൽ കുട്ടിക്ക് ഒരുപാട് കഞ്ഞറ്റൽ അനോമലീസ് വരാം. ഹാർട്ടിന് മുതൽ എല്ലാ ഭാഗത്തിനും അബ്നോമാലിറ്റീസ് വരാം. അപ്പോൾ ഈ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് ഇത് നോക്കി കൺട്രോൾ ചെയ്ത് ആ പ്രഗ്നൻസിയിലേക്കുള്ളൊരു പാത്താണത്. ആ പാത്ത് കറക്റ്റായിട്ട് ലേ ഡൗൺ ചെയ്തില്ലെങ്കിൽ ഇതുപോലത്തെ കണ്ടമാന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ നമ്മൾക്ക് പേഷ്യൻസിനെ സഹായിക്കാൻ പറ്റും. അത് സഹായിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് മുതൽ അങ്ങോട്ട് എല്ലാ കാര്യങ്ങളിലും ആ ഒരു പ്രോപ്പറായിട്ടുള്ള മോണിറ്ററിംഗ് വേണം. ഇതിന് വേണ്ടിയിട്ട് പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇന്നിപ്പം പേഷ്യൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് മാത്രമല്ല ആ കുടുംബത്തിനെ കൂടി മൊത്തം ആൾക്കാർ, ജനത്തിന്, പേഷ്യൻസിനല്ല ജനത്തിന് ഇന്നിപ്പം ജനത്തിന് എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പൊ സോഷ്യൽ മീഡിയ അത്ര റാമ്പനാണ് കേരളത്തിൽ. മനസ്സിലല്ലേ. എല്ലാവരും ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലാണല്ലോ. തെറ്റും ശരിയായിട്ടുള്ളത് ഉണ്ടെങ്കിലും ശരിയായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്ത് കൂടെ പഠിച്ചു വിടാലോ. ഇതിനകത്ത് കൂടെ ടോക്സും കാര്യങ്ങളും ഇൻസ്റ്റാഗ്രാമും ഒക്കെ വഴി പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് നടക്കുന്നുണ്ട്, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടമാനമുണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ആ പേഷ്യൻ്റ് എഡ്യൂക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല ഈ കൗൺസിലിംഗ് നടത്തുക, അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ നടക്കുക. അതായത് പള്ളികളും അമ്പലങ്ങളും ചർച്ചുകളും വഴി ഈ കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഒരു കൗൺസിലിംഗ് വേണം. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അത് കുടുംബജീവിതത്തിലും ഇമ്പോർട്ടൻ്റ് ആണ്. കല്യാണം കഴിക്കുന്നതിന് മുമ്പുള്ള കൗൺസിലിംഗ് പ്രഗ്നൻസിയിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ പ്രഗ്നൻസിക്ക് വേണ്ടി എങ്ങനെ ക്ലാസ്സുകൾ, ഇപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ പലപ്പോഴും ഇതുപോലത്തെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട് കല്യാണം കഴിക്കാൻ പോകുന്ന ആൾക്കാർക്ക്. അപ്പോൾ ആ ക്ലാസ്സുകൾ അങ്ങനത്തെ കാര്യങ്ങൾ സീരിയസ് ആയിട്ടെടുത്ത് അത് വളരെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻസ് വരും. ഇങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ഒരിക്കലും പേഷ്യൻസ് അത് പോകാനായിട്ട് ധൈര്യപ്പെടില്ല. പക്ഷെ അത് അതിൻ്റെ സീരിയസ്നെസ്സോടുകൂടി പറഞ്ഞ് മനസ്സിലാക്കണം. ഇത് നമ്മൾ സിമ്പിളായിട്ടൊരു ഭക്ഷണം കഴിക്കുന്ന പോലത്തെ കാര്യമല്ല ഒരു പ്രഗ്നൻ്റ് ആവുന്നതും പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതും ഡെലിവറി ചെയ്യുന്നതും. അത് വളരെ പലപ്പോഴും ആൾക്കാർ ഇതൊരു നാച്ചുറൽ പ്രോസസ്സാണെന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ സിമ്പിളായിട്ട് എടുക്കുന്നത്. ഇത് നാച്ചുറൽ പ്രോസസ്സാണെങ്കിലും ഈ നാച്ചുറൽ പ്രോസസ്സ് വേറെ ഏത് നാച്ചുറൽ പ്രോസസ്സിനേക്കാളും ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ തടി വെക്കുന്നതും തടി കുറയുന്നതും അല്ലെങ്കിൽ എക്സസൈസ് എടുക്കുന്നതും ഭക്ഷണം കഴിക്കുന്ന പോലെയല്ല. ഇത് പെട്ടെന്ന് ഇത് നമ്മൾ പണ്ടാരെ പറഞ്ഞ മാതിരി ഈ കാറിൽ പോകുന്നതും പ്ലെയിനിൽ പോകുന്നതും മാതിരിയാണ്. പ്ലെയിനിൽ പോകുമ്പോൾ അത് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാറിൽ പോകുന്നത് ചിലപ്പോൾ അത്ര ചെറുതായിട്ടൊന്നും വിട്ടേക്കുള്ളൂ ചിലപ്പോൾ. പക്ഷേ മറ്റേത് ക്രാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അതുപോലെ പ്രഗ്നൻസിയിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങളായിട്ട് മാറും. അതെ. ഇപ്പോൾ സാധാരണ രീതിയിൽ പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി നേരിടുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പം അമ്മ അതായത് ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് ആ കുട്ടി പോകുന്നത്. അതായത് കുട്ടിയെ കാണാൻ വരുന്നവർ ചിലപ്പോൾ പറയും, അമ്മയ്ക്ക് പാലുണ്ടോ, പാല് കുടിക്കുന്നുണ്ടോ, കുട്ടിക്ക് ഭയങ്കര ക്ഷീണമാണല്ലോ, ഇതെന്താ ഉറങ്ങാറൊന്നുമില്ലേ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ അമ്മയുടെ മാനസികാവസ്ഥ മാറുന്ന ഒരു സാഹചര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. കുട്ടിയെ കൊല്ലുന്ന
അങ്ങനെയൊക്കെ ഒരുപാട് വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു അമ്മയുടെ മനസ്സിൽ അങ്ങനത്തെ ചിന്തകൾ കടന്നു വരുന്നു സാർ? അതാണ് ഞാൻ പറഞ്ഞത്. ഈ പ്രഗ്നൻസിയും ഡെലിവറിക്ക് വേണ്ടി മദർ പ്രത്യേകിച്ച് ഫാദറിനേക്കാളും ഓഫ് കോഴ്സ് ഫാദറും പ്രിപ്പയർഡ് ആണ്. അത് ഇവർക്ക് വരാവുന്ന പ്രശ്നങ്ങൾ ഇവർ അറിഞ്ഞിരിക്കണം. അതിനു വേണ്ടിയാണ് നമ്മൾ റെഗുലറായിട്ട് ഈ ആൻറ്റിനേറ്റൽ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയും. അത് വളരെ നോൺ ആയിട്ടുള്ള സംഭവമാണ്. അതായത് ഈ പ്രഗ്നൻസി സമയത്ത് ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, കുട്ടി വരാൻ പോകുന്നത് അത് ഇതെന്ന് പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലോ. ഈ ഡെലിവറി കഴിയുമ്പോൾ പെട്ടെന്ന് ആ എക്സൈറ്റ്മെന്റ് എല്ലാം കൂടി അങ്ങ് താഴോട്ട് പോകും. പലപ്പോഴും കുട്ടികളെ മാത്രമായിട്ട് നോക്കുന്ന കുട്ടികളുണ്ട്, പക്ഷെ ആ അത്രയും ഒരു എക്സൈറ്റ്മെന്റ് പെട്ടെന്ന് അങ്ങ് താഴോട്ട് പോകും. അന്നേരമാണ് ഈ മദറിന് ഭയങ്കരമായിട്ട് സൈക്കാട്രിക് ഇഷ്യൂസ് വരുന്നത്. അതായത് ഈ സൈക്കാട്രിക് ഇഷ്യൂ വരുന്നത് ബ്രെയിനിലെ ഒരു കെമിക്കൽ റിയാക്ഷനാണ്. ബേസിക്കലി ഈ ബ്രെയിനിലെ കെമിക്കൽസ്, എൻഡോർഫിൻസ് എന്ന് പറഞ്ഞ കെമിക്കൽസ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യുന്നു. ഡോപ്പമിൻ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, സെറട്ടോണിൻ. ഈ കെമിക്കൽസിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വേരിയേഷനാണ് ഈ സൈക്കാട്രിക് ഇഷ്യൂസ് വരുന്നത്. അപ്പം ഇത് കൗൺസിലിംഗ് വഴി കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഈ സംഭവം വളരെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ വേറൊരു വശം എന്താണെന്ന് വെച്ചാൽ ഈ സംഭവങ്ങൾ ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് വളരെ സിവിയറായിട്ട് വരാം. സിവിയറായിട്ടുള്ള വരുന്ന ആൾക്കാർ പേഷ്യൻ്റ് വയലൻ്റ് ആവും, ഹസ്ബൻഡിനെ കാണാൻ സമ്മതിക്കില്ല, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ഈ പോസ്റ്റ്പാർട്ടം വരുന്നത്. പക്ഷേ ചെറുതായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും ആരും ട്രീറ്റ് ചെയ്യുന്നില്ല, ആരും അഡ്രസ്സ് ചെയ്യുന്നില്ല. അത് ഭാവിയിൽ ഈ മദറിനെ ഒരുപാട് അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അപ്പം അത് പ്രോപ്പറായിട്ട് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്ത് പോകേണ്ട ഒരു അസുഖമാണത്. മനസ്സിലല്ലേ? അത് സിമ്പിളായിട്ട് നമ്മൾ ഈ കുട്ടീനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നും വരുന്നതല്ല. ശരിക്കും ചുറ്റും കാണുന്നതിനെല്ലാം പ്രശ്നം കാണുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരുന്നതല്ല. അത് ആക്ച്വലി ഒരു പ്രോപ്പർ അസുഖമാണ് ഈ പോസ്റ്റ്പാർട്ടം സൈക്കോസിസ് എന്ന് പറയുന്നത്. ആ അസുഖം കറക്റ്റായിട്ട്, അത് ചെറുതും വലുതുമായിട്ട് വരാം, ഈ അസുഖങ്ങൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യണം. ഇതാരാ സാറിന് കണ്ടുപിടിക്കുന്ന ഹസ്ബൻഡാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഹസ്ബൻഡും വൈഫിനും പ്രോപ്പറായിട്ടുള്ള ആൻറ്റിനേറ്റൽ ക്ലാസ്സുകളും ഇങ്ങനത്തെ സംഭവങ്ങൾ വരാം, ഇത് നോട്ടീസ് ചെയ്യണം, ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്. അത് കൂടാതെ തന്നെ ഈ പ്രസവരക്ഷ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മദറിനെ നോക്കണം. ഡെലിവറി കഴിയുന്നതോടുകൂടി ഈ പ്രശ്നം തീരുന്നില്ല. ഈ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ ഡെലിവറി സമയത്ത്, പ്രഗ്നൻസി സമയത്ത് മദറിൻ്റെ ബോഡി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സാധാരണ ഒരു ബോഡി മാതിരിയല്ല. അതിൻ്റെ മെറ്റബോളിസവും കാര്യങ്ങളും എല്ലാം ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ ഓരോ പേശികളടക്കം ഡിഫറെൻ്റായി. അത് കഴിഞ്ഞിട്ട് ഒരു 6 മാസം എടുക്കും ഇത് നോർമലിലേക്ക് പോകാനായിട്ട്. ഈ മദറിൻ്റെ ബോഡി ഈ നോർമലിലേക്ക് പോകുന്ന സമയത്ത് ഒരുപാട് രക്ഷകൾ ഈ മദറിന് ആവശ്യമാണ്. അതിപ്പോൾ ഫിസിയോതെറാപ്പി ആണെങ്കിലും മെഡിക്കൽ ഇതാണെങ്കിലും ആയുർവേദമാണെങ്കിലും, ഇപ്പോൾ ആയുർവേദത്തിലൊക്കെ കണ്ടമാനമുണ്ട്. അത് പോസ്റ്റ്മോർട്ടം കെയർ ആയുർവേദത്തിൽ കണ്ടമാനം കാര്യങ്ങളുണ്ട്. അത് സയൻറ്റിഫിക്കായിട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ ഈ മദർ പ്രോപ്പറായിട്ട് അവിടെ റിക്കവറി വരുന്നുള്ളൂ, ഈ ബ്രസ്റ്റ് ഫീഡിങ് ശരിയാവുന്നുള്ളൂ, ഈ കുട്ടി നോക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് വരുന്നുള്ളൂ. കാരണം വെച്ചാൽ ഒരു കുട്ടിയെ വളർത്താൻ എന്നുള്ള ചെറിയ കാര്യമല്ല, അത് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റില്ല. അതിൽ ഈ ഹസ്ബൻഡും വൈഫിൻ്റെയും ഈവൻ പേരൻസ് ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ഇൻവോൾവ്മെൻറ്റ് അതിനകത്തേക്ക് വരണം. എന്നുവെച്ചാൽ അത് ഈ മദറിന് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുമ്പോഴാണ് ഈ കണ്ടമാനം പ്രശ്നങ്ങൾ വരുന്നത്. കുട്ടി ഉണ്ടായാൽ അത് വളർത്താനുള്ളതെങ്കിൽ മദറിൻ്റെ ഒരു ബ്രസ്റ്റ് ഫീഡിങ്ങിൻ്റെ ബലത്തിലാണ് ഈ മദറിന് മാത്രമായിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഹസ്ബൻഡ്സ് കാരണം എനിക്ക് ബ്രസ്റ്റ് ഫീഡ് ചെയ്യാൻ പറ്റില്ല, അപ്പം നീ ഇങ്ങനെ നോക്കണം, നിനക്കല്ലേ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ വരുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കണ്ടമാനം വരുന്നത്. അപ്പം ആ സമയത്തുള്ള ഹെൽപ്പ് ഭയങ്കര ആവശ്യമാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഈ മദറിൻ്റെ സൈക്കോളജിക്കലായിട്ട് ഈ സ്ത്രീകൾ പലപ്പോഴും അവരുടെ ബോഡി ഷേപ്പും അങ്ങനെ ആ കോസ്മെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുന്ന ആൾക്കാരാണ്. അപ്പം അത് മനസ്സിൽ വളരെ ഡിഫറൻസ് വരിക. കാരണം കോസ്മെറ്റിക് ആയിട്ട് ഒരുപാട് ഡിഫറൻസുകൾ ഈ പ്രഗ്നൻസി കഴിഞ്ഞാൽ വരും. അത് കറക്റ്റബിളാണ് കുറേയൊക്കെ. അപ്പം അത് കറക്റ്റ് ചെയ്യാനുള്ള ഇതും അതൊക്കെ കൂടി വരുമ്പോൾ ആ മാനസികമായിട്ടുള്ള അവരുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും ഒരുപാട് ഡിഫറൻസ് വരും. അപ്പോൾ ഇത് എല്ലാ കാര്യങ്ങളും കൂടി നമ്മുടെ എൻവയൺമെൻറ്റ്, ട്രീറ്റ്മെൻറ്റ്, ഫാമിലി എല്ലാവരും കൂടിയും കമ്പൈൻ ചെയ്തിട്ടൊരു ഒരു പ്രോസസ്സാണ് ഈ ഡെലിവറി എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വരുന്നത് ഇത്രയുമാണ്. ഒരു പെൺകുട്ടി അമ്മയാവാൻ തയ്യാറെടുത്ത 9 മാസം ജീവിക്കുമ്പോൾ കുടുംബത്തിൽ നിന്ന് ആ കുട്ടിക്ക് മാക്സിമം സന്തോഷവും സമാധാനവും നൽകിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അല്ലാതെ ഒരു വീട്ടിൽ ട്രീറ്റ്മെൻറ്റ് നടത്തി അതിൻ്റെ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും തിരിച്ചറിയാതെ പോകുന്ന ഒരു കുടുംബമായിരിക്കരുത്. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് സംസാരിച്ചത് സൺറൈസ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ ഹഫീസ് റഹ്മാനാണ്. നന്ദി.